ജീവിത വിജയം കൊതിക്കുന്നവർ വായനയുടെ ജാലകം തുറക്കണമെന്ന് മുൻ എംഎൽഎയും ജില്ലാ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റുമായ ടി.എ. അഹമ്മദ് കബീർ താലൂക്ക് ജമാഅത്ത് കൗൺസിൽ ആലുവയിൽ സംഘടിപ്പിച്ച പ്രചോദനം 2026 പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ഡോക്ടർ അബ്ബാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ എംഎൽഎ അൻവർ സാദത്ത് മുഖ്യ അതിഥിയായിരുന്നു. ആലുവ മേഖലയിൽ നിന്നും SSLC, +2, ഡിഗ്രി, മദ്രസ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 150 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ആലുവ താലൂക്ക് ജമാഅത്ത് കൗൺസിൽ സംഘടിപ്പിച്ച പ്രചോദനം 2026 വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് മുൻ എംഎൽഎ ടി.എ. അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെയും ഓഫീസുകളിൽ ഉയർന്ന തലങ്ങളിലെത്താൻ നമ്മുടെ മക്കൾ ആവശ്യമായ പരിശീലനം നേടിയേ മതിയാവാം. PSC ആണെങ്കിലും UPSC ആണെങ്കിലും മറ്റു തലത്തിലുള്ള പരീക്ഷ അവിടെ എല്ലാം നമ്മുടെ മികവ് പ്രവർത്തിക്കാൻ കഴിയുമാറ് ഈ രണ്ട് സർക്കാരുകളുടെയും ഉയർന്ന തൊഴിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. മാനേജിംഗ് പോസ്റ്റുകളിൽ വരണം. ജീവിത വിജയം കൊതിക്കുന്നവർ വായനയുടെ ജാലകം തുറക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെയും കടുത്ത മത്സരത്തിന്റെയും കാലഘട്ടത്തിൽ ക്ലാസ് മുറികളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് മാത്രം മതിയാകില്ലെന്നും ക്ലാസ് മുറിക്ക് പുറത്തുള്ള വിജ്ഞാന സമ്പാദനവും മികവുമാണ് ജീവിത നേട്ടങ്ങളിൽ നിർണായകമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലുവ മേഖലയിൽ നിന്ന് കഴിഞ്ഞ SSLC, +2, ഡിഗ്രി, മദ്രസ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 150 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആലുവ താലൂക്ക് ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്ബാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ എംഎൽഎ അൻവർ സാദത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഴയ മാതിരിയല്ല, പല തെറ്റുകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്താണ് നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്, യൗവന കാലഘട്ടം മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ പ്രായം എന്നത് തൊട്ടാൽ കൊള്ളുന്ന അല്ലെങ്കിൽ തൊട്ടാൽ വീഴുന്ന അങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനം അങ്ങനെയുള്ളൊരു പ്രായമാണ്. ആ പ്രായത്തിൽ ഇതിനൊക്കെ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഇതിനൊക്കെ തരണം ചെയ്ത് കുട്ടികൾ പോകുമ്പോൾ സത്യം പറഞ്ഞ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ജമാഅത്ത് കൗൺസിൽ ജില്ലാ ജനറൽ സെക്രട്ടറി M. അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ജനറൽ സെക്രട്ടറി നാസർ മുട്ടത്തിൽ, ട്രഷറർ MM. മുഹമ്മദ് കുഞ്ഞ്, ജില്ലാ ഭാരവാഹികളായ MA അലി, AM പരീദ്, MKA ലത്തീഫ്, KM കുഞ്ഞുമോൻ, PM മൂസാക്കുട്ടി, താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് KM പരീദപ്പിള്ള കാരോത്തുകുഴി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PM നാദിർ ഷാ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അക്സർ മുട്ടം, അഡ്വക്കേറ്റ് VK സിദ്ദിഖ്, അഡ്വക്കേറ്റ് MM അലിക്കുഞ്ഞ്, അബ്ബാസ് പാറപ്പുറം, ബഷീർ ചെങ്ങമനാട്, സെയ്ദ് കുഞ്ഞ് പുറയാർ, അജാസ് കാലടി, അഡ്വക്കേറ്റ് BP സലീം, CM അഷ്റഫ് മുട്ടം, അബ്ദുൾ റഫൂഖ് കിട്ടുമശ്ശേരി, MS ഹാഷിം, അലി കാമ്പായി, KM അബ്ദുൾ ഖാദർ, അലി വെള്ളാഞ്ഞി, ഖനീഫ കുട്ടോത്ത്, അബ്ദുൾ അസീസ് കുട്ടമശ്ശേരി, അബ്ബാസ് മുപ്പത്തടം, സലീം എടയപ്പുറം, സുഫീർ ഹുസൈൻ, സത്താർ പൂക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ സലാം മൗലവി ഓണംപിള്ളി മദ്രസ അവാർഡ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ചൂർണിക്കര വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിച്ചു. വർഷങ്ങളായി ഇത് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി യുവതലമുറക്ക് അത് അവാർഡ് വാങ്ങുന്നവർക്കും അത് വാങ്ങാൻ പോകുന്നവർക്കും ഒരു പ്രചോദനം എന്ന പദ്ധതിയുമായി ജമാഅത്ത് കൗൺസിൽ ഇതിൻ്റെ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിട്ട്. കാരണം ഇന്ന് 125 കുട്ടികൾക്ക് നമ്മൾ +2, SSLC, +2 അതുകൂടാതെ ദീനീപരമായിട്ട് ഒരു മുന്നേറ്റം കാണുന്നതിന് വേണ്ടി നമ്മൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഇത്തവണ അവാർഡ് പുതുതായി കൊടുക്കുന്നുണ്ട്. പിന്നെ PhD കരസ്ഥമാക്കിയവർക്ക്, ഡിഗ്രി കരസ്ഥമാക്കിയവരുടെ റാങ്ക് ഹോൾഡേഴ്സിനും അവാർഡ് ഇത്തവണ നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.